നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട എല്ലാം കഴിഞ്ഞ് നമ്മൾ തൊടുപുഴയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ അവിടെയായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. നമ്മൾ അങ്ങോട്ട് പോകുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് എല്ലാവരും ചെയ്യണം കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ സ്വയം വിലയിരുത്തുന്നതിനും നമ്മുടെ തെറ്റുകൾ പരിഹരിക്കുന്നതിനും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ കൂട്ടത്തിലാണ്. ആരാണെന്നല്ലേ? നമ്മുടെ സ്വന്തം നിയാസ് EK. അപ്പോൾ നിയാസ് എന്നോട് ഒരു 8 മണിയാകുമ്പം എന്താണ് പറയുക, തൊടുപുഴയല്ല, അവിടുന്ന് മൂലമറ്റം പോകുന്ന ആ റൂട്ടിൽ വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാം. നിയാസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ ഒരു 4-5 വണ്ടി ജീപ്പുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം, അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിച്ചിരി നേരത്തെ ഞാൻ പോന്നേച്ചു. വേറൊന്നുമായിട്ടല്ല, കാരണം നമ്മൾ ഇച്ചിരി നേരത്തെ വന്നാലും കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മോശമാണല്ലോ. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോന്നേച്ചു. അപ്പോൾ നിയാസ് എന്നോട് പറഞ്ഞു, ഇപ്പം ഞങ്ങളൊരു 7:15 ആയപ്പോൾ അവിടെ വന്നു കേട്ടോ. അപ്പോൾ നിയാസ് എന്നോട് പറഞ്ഞു അവിടെ അടുത്തതായിട്ട് തന്നെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഒരു 8:15 ആവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ആ ടൈം ഒന്ന് ബാലൻസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. തൊടുപുഴയ്ക്ക് പോകണ്ട, തൊടുപുഴയ്ക്ക് മുന്നേ ആയിട്ട് വെച്ചാണ്, നമുക്ക് തിരിഞ്ഞു പോയേച്ചാൽ മതി. അവിടെ ആരുടെ ചോദിച്ചാൽ ഒരു വഴി പറഞ്ഞു തരും കേട്ടോ. നമ്മൾ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിനവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാക്കിയാലും നമ്മൾ നിയാസ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. അപ്പോൾ പുള്ളി എന്തൊക്കെയാലും പറഞ്ഞു, നിങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തൊക്കെയാലും അരുവിക്കുത്ത് വെള്ളച്ചാട്ടം ഇവിടെ തൊടുപുഴ തന്നെയാണ്, തൊടുപുഴ എത്തണ്ട. അപ്പോൾ എന്തെങ്കിലും അവിടെ വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. മെൽബിൻ കൂട്ടർ എന്നാക്കിയാലും വീഡിയോ പിടിക്കാനായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ, സൂപ്പർ വെള്ളച്ചാട്ടമാണ്. ഡാഡിയാണ് ഈ നിൽക്കുന്നത്. ഡാഡി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മെൽവിൻ കൂട്ടൻ ഇല്ലാത്തത് കൊണ്ട്. ഇതങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മെൽവിൻ കൂട്ടനില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ വേറൊരു പയ്യനുണ്ട്, സൂര്യാപ്പൻ. അവനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അവൻ തുടക്കമാണ്, പക്ഷെ അവൻ വീഡിയോ പിടിച്ചോളും കേട്ടോ. പിന്നെ എന്നാലും ഞാൻ എടുക്കാനൊരാഗ്രഹം തോന്നി, അതുകൊണ്ട് എടുക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്നെ അധികം വിഷ്വലിനകത്ത് കാണത്തില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിത് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഈ ഒരു പാലത്തിന് താഴെയായിട്ട് കുറേ മനുഷ്യരവിടെ ജീവിക്കുന്നുണ്ട്. അത് വീടെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താ പറയുക, ആ ഒരു കാണുന്ന ആ ഒരു ഇടയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇത് ആ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയായിട്ട് സൈഡെല്ലാം മറച്ച് വെച്ച്, ഈ ചാക്കും അതുകൊണ്ടൊക്കെ മറച്ച് വെച്ച് അവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നതാണ്. കണ്ടപ്പോൾ ഒരു സങ്കടം പോലെ തോന്നി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതുകൊണ്ട് എന്തോരം പ്ലാസ്റ്റിക് കുപ്പിയാണെന്നറിയാം ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നവരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങളത് തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോകുക. നിങ്ങൾ വീടിനടുത്തൊക്കെ വേസ്റ്റ് കളയാനുള്ള ഇപ്പം ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ആയാലും അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിക്ഷേപിക്കുക. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മളെപ്പോലുള്ള വരും തലമുറയ്ക്കും നമുക്കൊരു പൊതു സ്വത്താണ് ഇങ്ങനെയുള്ള ഈ ജലാശയങ്ങളും ഈ വെള്ളച്ചാട്ടവും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ മാക്സിമം ഉപേക്ഷിക്കാതിരിക്കുക. അത് ഭയങ്കര ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
നമ്മളെ നിയാസ് വന്നു, യാസിൻ വന്നു. യാസിനൊക്കെ നമ്മുടെ ചങ്കാണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ചുള്ളനായിട്ടാ വന്നേക്കുന്നത്. ബ്രോ പേരല്ല? എന്തോ പങ്കജ്. ഇത് പങ്കജിന്റെ വണ്ടിയാണ് കേട്ടോ. നല്ല കിടിലം വണ്ടിയാണ്. മാറ്റി കൊടുത്താണ്. നമുക്ക് പതുക്കെ വിട്ടേക്കാം അല്ലേ? നമ്മൾ നിയാസിൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ നിയാസിൻ്റെ വീഡിയോയ്ക്കത്തുള്ള അമൽ ബ്രോ ഒരു ബൊലോറയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അമലിൻ്റെ വീടിൻ്റെ അവിടെ വന്നതാണ്. അമലിനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമലിൻ്റെ വീട്. കിടക്കുന്നതാണ് അമലിൻ്റെ പുലി. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോരുന്നത്. പങ്കജുണ്ട്, ജിത്തു ഉണ്ട്, പിന്നെ ആരാണ്, നിയാസിൻ്റെ വണ്ടിയുണ്ട്, എൻ്റെ വണ്ടിയുണ്ട്, അമലിൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു എന്താ പറയുക, ഒരു സെറ്റായിട്ട് ഒറ്റ ഗ്യാങ്ങായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9 മണിയോളമായി. പിന്നെ ഇത് ബിജോയാണ് കേട്ടോ. പിന്നെ ഡാഡി, സൂര്യാപ്പൻ, മെൽവിൻകുട്ടൻ അവന് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ പോകുന്നില്ല. നിയാസ് നമ്മുടെ വണ്ടിക്ക് ഒരു കുറി തൊട്ടതാണ് കേട്ടോ. വേറൊന്നുമല്ല, നിയാസിൻ്റെ ലോഗോയാണ്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ലോഗോ ചെയ്യിച്ച എവിടെയാണ്? ഇത് ഞാൻ തന്നെ എഴുതിയാലോ? പോരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ലൈനപ്പൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. കാരണം നിരനിരയായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നല്ല അടിപൊളി ലുക്കല്ലേ. നോക്കിയേ, ജീപ്പ് ഇങ്ങനെ ഓരോന്ന് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. നമ്മൾ തുടക്കക്കാരാണ്. പക്ഷേ എന്നാലും എന്താണ് പറയുക, നമുക്ക് മാക്സിമം നമുക്ക് സപ്പോർട്ട് വേണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളായാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ചാനൽ ഇനിയും ഉയരങ്ങളിലോട്ട് പോകണം. അതിന് നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ എടുത്തിടുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് സപ്പോർട്ടും സഹകരണവും വേണ്ടത്. തീർച്ചയായിട്ടും അത് വേണം കേട്ടോ.
ഇതിന്റെ മേളിൽ ചെല്ലാനാണോ? നമ്മുടെ അടുത്ത എപ്പിസോഡൊക്കെ നല്ല അടിപൊളി ഓഫ് റോഡുകളാണ് കേട്ടോ. നല്ല അടിപൊളി ഡേഞ്ചർ ആയിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ എപ്പിസോഡെല്ലാം തന്നെ നമുക്ക് ഒറ്റ ഒരു എപ്പിസോഡിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാ പോയതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കളയാതെ 2-3 എപ്പിസോഡായിട്ട് ഇടുന്നത്. കാരണം അന്നേരം ആ ഒരു ഞങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളും യാത്ര ചെയ്യുന്ന ആ ഒരു ഫീല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എഡിറ്റ് ചെയ്ത് കളയാത്തത്, 2-3 എപ്പിസോഡ് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അവനവിടെയാ നിയാസേ, ഇച്ചിരി ഒതുക്കിട്ടോ, മറ്റേ വണ്ടീനെ കൂടെ കയറ്റാനാ.
ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോ അല്ല, ഒരു 3-4 എപ്പിസോഡിന് മുന്നേ നിയാസിന്റെ വണ്ടി ചാടിയ കുഴിയാണ് കേട്ടോ ഇത്. നമ്മൾ വീഡിയോക്കകത്ത് കാണുമ്പോൾ ആ ഒരു സെറ്റപ്പ് തോന്നിയല്ല, പക്ഷെ നല്ല താഴ്ചയുള്ള നല്ല അന്യായ കുഴിയാണ് കേട്ടോ. ഇത് കണ്ടോ, ആ താഴ്ചയുണ്ട്. റോഡ് ലെവലിൽ ഇരിക്കും. ആ നമ്മളിതേ അവിടെ നിന്ന് വണ്ടി ഓടി വന്നു. നമ്മളൊരു ഉയർന്ന പ്രദേശത്ത് വന്നു കേട്ടോ. ഇവിടെ എന്തായാലും ഒരു 10-15 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വണ്ടി ഇട്ടു. നമ്മൾ കുറച്ച് ദൂരം നമ്മൾ താഴോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അവിടെ നല്ല അടിപൊളി മലനിരകളും നല്ല അടിപൊളി ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നിറയെ പുല്ലുകളും ആ ചെരുവിലായിട്ട് നല്ല അടിപൊളി മരങ്ങളും, നമ്മൾ ദൂരോട്ട് നോക്കുമ്പോൾ നല്ല കുന്നുകൾ, പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കുളമാവ് ഡാം കാണാൻ സാധിക്കും. എനിക്കെന്തെങ്കിലും 2 വീഡിയോയ്ക്ക് ഉള്ളതായാലടി. പിന്നെ വർക്ക്ഷോപ്പിൽ പോയി വർക്ക്ഷോപ്പിൽ പോയതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ഇവിടെ അരുവിക്ക് തന്നെ സ്ഥലത്തിൻ്റെ പേര് അവിടെ പോയില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചൊവ്വാഴ്ച ഇടും. ബാക്കിയുള്ള കുളമാവ് ഡാമെന്ന് കാണിക്കുന്നുണ്ടോ അവിടെ? അതൊക്കെ ഞാൻ പറയൂടാ. എടാ നമ്മളാ കയറാൻ നോക്കിയ സ്ഥലം ആ പുല്ലാണോ? ദേ ഈ കാണുന്നതാണ് കുളമാവ് ഡാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആ കൈവിരൽ കാണുന്ന ആ ഒരു പ്രദേശത്താണ് കേട്ടോ കുളമാവ് ഡാം. എന്തായാലും നല്ല അടിപൊളി ട്രിപ്പാണ്. നമ്മൾ നിയാസിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഇപ്പം നമ്മുടെയും ഫ്രണ്ട്സാണ് കേട്ടോ. അവരുടെയൊക്കെ കൂടുതൽ പോന്നിട്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിനി മുന്നോട്ട് ഇനിയുള്ള 2 എപ്പിസോഡും കൂടെ വരുന്നുണ്ട്. നമ്മളിതിപ്പം മൂലമറ്റം കൂടി വാഗമണ് പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി ഓഫ് റോഡും നല്ല റിസ്കി ആയിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എപ്പിസോഡുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് എപ്പിസോഡുകളെല്ലാം നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.